ഈ നവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് പൂജപ്പുര എന്ന പ്രദേശം അതിൻ്റെ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പൂജപ്പുരയായി തന്നെ മാറിയിരിക്കുകയാണ്. സരസ്വതി പൂജ അഖണ്ഡമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അനേകം ആളുകൾ വന്ന് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ദൃശ്യം കാണാൻ സാധിച്ചു. ഇവിടെയാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി പരിപാടികളാണ്. ഈ പരിപാടി തന്നെ 5:45 അവസാനിപ്പിച്ച് അടുത്തതിലേക്ക് കടക്കണം. അത് നല്ലതാണ്. കാരണം ഒരുപാട് പേരുടെ സാന്നിധ്യവും പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ അങ്ങനെ അനേകം പരിപാടികളിലൂടെ നമുക്ക് സാധിക്കും. ദീർഘമായി പ്രസംഗിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ വളരെ ഭംഗിയായി പ്രസംഗിച്ചു എന്നതിനർത്ഥമില്ല. നേരെ തിരിച്ചുമാകാം അർത്ഥം. കുറച്ച് പറഞ്ഞതുകൊണ്ട് മോശമാകണമെന്നുമില്ല, നീട്ടി പറഞ്ഞതുകൊണ്ട് നന്നാവണമെന്നുമില്ല. നേരെ തിരിച്ചും വരേണ്ടതില്ല. പറയുന്നത് സാരവത്തായിരിക്കണം എന്ന് മാത്രം. ഇവിടെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാഹിത്യോത്സവത്തിൽ അല്ലെങ്കിൽ സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, സാഹിത്യത്തെപ്പറ്റി നമുക്കറിയാം അത്യാവശ്യമൊക്കെ, നവരാത്രിയെപ്പറ്റിയും കുറച്ചൊക്കെ അറിയാം എന്നാണ് ധാരണ. ഇത് രണ്ടും കൂടി ബന്ധപ്പെടുത്തണം. അതാണല്ലോ ഈ ചടങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൻ്റെ സാങ്കത്യം. സാധാരണഗതിയിൽ കേരളത്തിലെ ഒരു കുഴപ്പം, കേരളത്തിലെ സാഹിത്യത്തിൻ്റെ ഒരു കുഴപ്പം, ഒന്നുകിൽ നീ നാസ്തികൻ അല്ലെങ്കിൽ നീ ആസ്തികൻ എന്ന് ഒരു വര വരച്ച് കളയും. ദൈവവിശ്വാസവും അത്തരത്തിലുള്ള വിശ്വാസങ്ങളുമെല്ലാം നല്ല സാഹിത്യം എഴുതുന്നതിന് തടസ്സമാണ് എന്ന് ഒരു വിഭാഗവും, അതല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാലേ നല്ല സാഹിത്യമാകൂ എന്ന് മറ്റൊരു വിഭാഗവും ഒക്കെ പറയുന്ന ഒരു വൈരുദ്ധ്യാത്മകമായ ആശയധാര കേരളത്തിലുണ്ട്. അതിന് പല ചരിത്രപരമായ കാരണങ്ങളുണ്ടാവും. ഞാനതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുകയല്ല. അതിൻ്റെ ചരിത്രപരമായ കാരണത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ മറന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ള സത്യം പോലും വിസ്മരിച്ചുകൊണ്ട് ജാതിശ്രേണിയിലൊക്കെ വളരെ ഉന്നതമായിരുന്ന ആളുകൾ അവരുടെ നേരം പോക്കിന് വേണ്ടി സാഹിത്യമെന്ന് പറയുന്ന വളരെ വലിയ ഈ ഒരു ആയുധത്തെ തങ്ങളുടെ സമസ്യാപൂരണത്തിനും അത്യാവശ്യം ശൃംഗാരം ആവിഷ്കരിക്കാനും ഉന്നത കുലജാതരുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള വിനോദങ്ങൾക്കും ഒക്കെയായി, അക്ഷരശ്ലോകം ചൊല്ലാനും ഒക്കെയായി, അങ്ങനെ ഒരു വിശ്രമ വിനോദമായി, ജീവിതത്തിൽ മറ്റ് പ്രാരബ്ധങ്ങളൊന്നുമില്ലാത്തവരുടെ ഒരു വിശ്രമ വിനോദമായി സാഹിത്യത്തെ മാറ്റിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അന്നും നമ്മുടെ ജീവിതത്തിൽ അക്ഷരാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട്, ഈശ്വരാരാധനയ്ക്കുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട്, തങ്ങളുടേതായിട്ടുള്ള ഈശ്വരന്മാരെ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗം ഈ കേരളത്തിലുണ്ടായിരുന്നു. അത് ബ്രാഹ്മണൻ പൂജിക്കുന്ന വിഗ്രഹത്തെയോ ആ ദൈവത്തെയോ അബ്രാഹ്മണന് അല്ലെങ്കിൽ ജാതിയിൽ വളരെ താണവന് പൂജിക്കാൻ പാടില്ല. അവൻ അവൻ്റേതായിട്ടുള്ള ദൈവത്തെ ഉണ്ടാക്കിക്കൊള്ളണം. അപ്പോൾ തന്നെ എന്തോ ഒരു സങ്കുചിതവും തലതിരിഞ്ഞതുമായിട്ടുള്ള ഒരു ലോകമായിരുന്നു നമ്മൾ ആലോചിച്ചു. അപ്പോൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ ഒക്കെ തന്നെ സാഹിത്യത്തിൻ്റെ ലോകത്ത് നിന്ന് ഏതാണ്ട് പൂർണ്ണമായി നിഷ്കാസനം ചെയ്തിരുന്ന ഒരു കാലത്ത് സാഹിത്യം എന്നത് ഈ സംസ്കൃത വിൽപ്പത്തിയൊക്കെയുള്ള ഉന്നത കുലജാതന്മാരുടെ ഒരു നേരം പോക്കായി മാത്രം കരുതിയിരുന്ന ഒരു കാലം. പിന്നീടാണ് ഒരു 40കളോടുകൂടി പല കാരണങ്ങൾ പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം, നമ്മുടെ നവോത്ഥാനത്തിൻ്റെ മാനസികമായിട്ടുള്ള ഒരു ഊഷ്മാവ്, അതോടൊപ്പം ജനകീയ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഗാന്ധിജിയുടെ സ്വാധീനം, ഒരുപാട് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ സ്വാധീനമൊക്കെ അതിൻ്റെയൊക്കെ ഫലമായി
ജാതിയിലും സമ്പത്തിലും ഉന്നതനല്ല എങ്കിൽ പോലും അവർക്കുമുണ്ട് ജീവിതം. അവരുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നതും കൂടിയാണ് കല എന്ന് നമുക്ക് ബോധ്യമാക്കി തന്ന ഒരു സാഹിത്യ മുന്നേറ്റം കേരളത്തിലുണ്ടായി. ആ സാഹിത്യ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് തകഴിയും പൊൻകുന്നം വർക്കിയും പി കേശവദേവും വൈക്കം മുഹമ്മദ് ബഷീറും ഒക്കെ തന്നെ ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. ചെറുകാടിനെ പോലുള്ള എഴുത്തുകാർ, അങ്ങനെ ഒരുപാട് പേര് ജീവിതത്തിലെ താഴേക്കിടയിലുള്ള സാമൂഹ്യമായി അവഗണിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സങ്കടപ്പെടാനും സന്തോഷിക്കാനും പ്രണയിക്കാനും കലഹിക്കാനും ഒക്കെ അവനുമുണ്ടൊരു ജീവിതമെന്നും ആ ജീവിതം ആവിഷ്കരിക്കലും കൂടിയാണ് സാഹിത്യത്തിൻ്റെ ധർമ്മമെന്നും നമ്മളോട് പറഞ്ഞപ്പോൾ സാഹിത്യം ഇതുവരെ തുറക്കാത്ത, സാഹിത്യത്തിൻ്റെ വലിയ സൗധത്തിൽ ഇതുവരെ തുറക്കാതിരുന്ന ഒരു വലിയ മുറി, ഒരു വലിയ വാതായനം നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. അങ്ങനെ തകഴിയെപ്പോലൊരു പ്രതിഭാസമ്പന്നനായ എഴുത്തുകാരൻ നമ്മളോട് കുട്ടനാടിലെ സാധാരണ കർഷക തൊഴിലാളിയുടെ കഥ നമ്മളോട് പറയുകയാണ്. എന്തിന്? വെള്ളപ്പൊക്കത്തിൽ ഒരു നായ അനുഭവിക്കുന്ന വൈകാരികമായ സംഘർഷങ്ങളെപ്പറ്റി പോലും കഥ വരികയാണല്ലോ വെള്ളപ്പൊക്കത്തിൽ. ചുടലമുത്തു എന്ന് പറയുന്ന ആലപ്പുഴയിലെ തോട്ടിയുടെ ജീവിതവും സാഹിത്യത്തിന് വശമാവാം. തോട്ടിയുടെ മകന് മോഹനൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ചുടലമുത്തുവിൻ്റെ മകന് മോഹനൻ എന്നാണ് പേര്. അവന് പ്രേമമുണ്ട്, പ്രണയമുണ്ട്. അപ്പോൾ ഈ മനുഷ്യ മാലിന്യം എടുത്തുകൊണ്ട് നടക്കുന്ന തോട്ടിയുടെ മകന് പ്രണയമോ എന്ന് പുച്ഛിക്കാൻ മാത്രം കഴിവുണ്ടായിരുന്ന ഒരു കേരളീയ സമൂഹത്തിൻ്റെ മുമ്പാകെ ഇതാ തോട്ടിയുടെ മകനെ പറ്റി ഒരു നോവലുമായി തകഴി പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണർവുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വിസ്ഫോടനം എന്നൊക്കെ പറയുന്നതാണ്. ഓടയിൽ നിന്ന് നമുക്കറിയാം, ഇവിടെയാണ് കേശവദേവൻ്റെ വീട്, ഇതിനടുത്താണ്. പപ്പുവിനൊരു ജീവിതമുണ്ട്, പപ്പുവിനുമുണ്ട് ഉള്ളിൽ ഇനിയും പുറത്തു വരാത്ത ഒരു ആർദ്രത എന്ന് കാണിക്കുന്ന അങ്ങനെ സാധാരണ മനുഷ്യർ, അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ വേശ്യയെ പറ്റി എഴുതിയിട്ടുണ്ട്, തോട്ടിയുടെ മകനെ പറ്റി എഴുതി, അങ്ങനെ യാചകരെ പറ്റി എഴുതി. സാധാരണഗതിയിൽ മാന്യന്മാരെന്ന് നമ്മൾ കരുതാത്തവർക്കെല്ലാം ജീവിതമുണ്ട് എന്ന് നമ്മളോട് ആദ്യമായി മലയാള സാഹിത്യം പറഞ്ഞപ്പോൾ അതുവരെ നേരം പോക്കിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യത്തിന് 2 ചിറകുകളുണ്ടായി. അപ്പോഴും ഒരു ചിറക് കൊണ്ട് മാത്രം സാഹിത്യത്തിന് പറക്കാൻ സാധിക്കുകയില്ല. അതും ആലോചിക്കണം നമ്മൾ. അത് പക്ഷേ അതിനൊരു കുഴപ്പമുണ്ടായി. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാലാണ് ഉത്തമ സാഹിത്യമാവുക എന്ന ഒരു ധാരണയും പ്രബലമായി വന്നതിൻ്റെ ഫലമായി മലയാള സാഹിത്യത്തിൽ ആത്മീയതയുടെ അന്തർധാരയ്ക്ക് കുറച്ച് ന്യൂനത പറ്റി എന്നുകൂടി സാഹിത്യ വിദ്യാർത്ഥികൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. മലയാളത്തിൽ ആത്മീയതയെപ്പറ്റി എഴുതുന്നത് ഒരു പ്രതിലോമപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അങ്ങനെയാണ് പി കുഞ്ഞിരാമൻ നായരെ ഒതുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഭക്തകവി എന്ന് വിളിച്ചാൽ പിന്നെ അയാൾ ആരും സീരിയസ് ആയിട്ട് എടുക്കുകയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരോ ഭക്തകവി പട്ടം ചാർത്തി കൊടുത്തു. പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന കവി എവിടെ നിൽക്കുന്നു? ഇന്ന് പാശ്ചാത്യ ലോകം ഇക്കോ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു ആശയത്തെ പാശ്ചാത്യ ലോകത്തിന് ഇപ്പോഴേ അത് മനസ്സിലായിട്ടുള്ളൂ. ഈശാവാസ്യമിതം സർവമെന്ന് പണ്ട് ഈശാവാസ്യ ഉപനിഷത്തുകാരൻ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. ഈശാവാസ്യമിതം സർവം, ഇവിടെ ഈശ്വരൻ്റെ വാസമാണ് ഈ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞു പോയ ഈശാവാസ്യത്തിൻ്റെ പുതിയ പാശ്ചാത്യ ഭാഷ്യമാണ് ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഒരു തുളസിക്കതിരിൽ പോലും പവിത്രത കൽപ്പിച്ചുകൊണ്ട്, സകല ജന്തുജാലങ്ങളിലും പവിത്രത കൽപ്പിച്ചുകൊണ്ട്, സകല വൃക്ഷങ്ങളെയും ദിവ്യത്വം ആരോപിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രകൃതിയെ മുഴുവൻ ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന ആ ഒരു അമേയമായിട്ടുള്ള ചൈതന്യത്താൽ പ്രചുരിതമാണ് ഈ കാണുന്നതെല്ലാം എന്ന വിശ്വാസത്തിലാണ് നമ്മളിവിടെ വളരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യവും ഒരു വിഭാഗത്തെ കാണാതിരുന്നപ്പോൾ സാഹിത്യത്തിനൊരു ചിറകേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 2 ചിറകും മുളച്ചു എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം 5:45 ഞാൻ കയറിയപ്പോൾ ചോദിച്ചു സാഹിത്യ പ്രഭാഷണമാണ്, ചിലപ്പോൾ അങ്ങ് നീണ്ട എവിടെയെങ്കിലുമൊക്കെ പോകും, നമ്മൾ പിടിച്ചാൽ കിട്ടുന്നതല്ല സാഹിത്യമാണ്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ആത്മീയതയും സാഹിത്യവും തമ്മിൽ എന്ത് ബന്ധം എന്നൊരു ചോദ്യത്തിലാണല്ലോ നമ്മൾ തുടങ്ങിയത്. മനുഷ്യനെ പറ്റിയാണ് സാഹിത്യമെങ്കിൽ ആത്മീയതയ്ക്ക് അവിടെ ബന്ധമുണ്ട്. കാരണം ആത്മീയത എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത്, ഈ അനുഷ്ഠാനങ്ങളെന്ന് പറയുന്നത് ഒന്നും
ഞാൻ ആവർത്തിക്കുകയാണ്, ഒന്നും നാം കണ്ടിട്ടില്ലാത്ത, പൂർണ്ണമായി കാണാൻ സാധ്യമല്ലാത്ത ഏതോ ഒരു ഈശ്വരന് വേണ്ടിയിട്ടാണ് എന്ന ധാരണയുടെ തടവറയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്ന ആ നിമിഷം നമ്മുടെ ആത്മീയത മനുഷ്യത്വം കൊണ്ട് നിറയും, അഥവാ നമ്മുടെ മനുഷ്യത്വം ആത്മീയത കൊണ്ട് നിറയും. ഞാനൊരു അധ്യാപകനെ പോലെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, എപ്പോഴാണോ നമ്മുടെ ഈ പൂജകളും അനുഷ്ഠാനങ്ങളും മന്ത്രോച്ചാരണങ്ങളും നമ്മുടെ ഭക്തിയും ഒക്കെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ദൈവത്തിനെ പ്രസാദിപ്പിക്കാനാണ് ഞാനിത് ചെയ്യുന്നത് എന്ന വിചാരത്തിൻ്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട്, ഇത് എൻ്റെ ഹൃദയത്തിൻ്റെ വിമലീകരണത്തിനുള്ള അവസരമാണല്ലോ, ആ വിമലീകൃതമായ ഹൃദയത്തിൽ അങ്ങ് തുയിലുണരണമേ എന്ന പ്രാർത്ഥനയാണ് എല്ലാ ആരാധനയുടെയും ലക്ഷ്യം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മീയതയിൽ മാനവികതയും നമ്മുടെ മാനവികതയിൽ ആത്മീയതയും താനേ വന്ന് നിറയും. ഇതുവരെ ഉണ്ടായിരുന്ന ഒരിടഭിത്തി ഭേദിക്കപ്പെട്ട് രണ്ട് കളത്തിലെയും രണ്ട് അറയിലെയും വെള്ളം ഒന്നാകുന്നത് പോലെ ആത്മീയതയും മാനവികതയും ഒന്നായി തീരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയതയുടെ വെന്നിക്കൊടി എന്ന് ഞാൻ പറയും. എന്നാൽ അങ്ങോട്ടാണോ നമ്മൾ പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ വേണ്ടാത്ത വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങോട്ടല്ല പോകുന്നത്, അങ്ങോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് വരാൻ എനിക്ക് ചില വൈമുഖ്യമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മാനവികതയല്ലാതെ എന്താണ് ഈ ആത്മീയത? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ ഒരു തേങ്ങ ഉടയ്ക്കലാണോ പ്രധാനം? നിങ്ങൾ ചൊല്ലുന്ന മന്ത്രമാണോ പ്രധാനം? അതൊന്നും മോശമാണെന്നല്ല, അതിൻ്റെ അർത്ഥം മറ്റൊന്നാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്, ഇതെല്ലാം നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ വിമലീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്നിൽ കുടിയിരിക്കുന്ന ദൈവചൈതന്യത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ബാഹ്യമായ ആചരണങ്ങളിലൂടെ, ബാഹ്യമായിട്ടുള്ള മന്ത്രോച്ചാരണങ്ങളിലൂടെ, തപശ്ചര്യയിലൂടെ, മനനത്തിലൂടെ, ധ്യാനത്തിലൂടെ, അനുഷ്ഠാനത്തിലൂടെ, അച്ചടക്കത്തിലൂടെ, ചിന്തയിലൂടെ ഒക്കെ തന്നെ നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഒരു ബിന്ദുവുണ്ട്. ആ ബിന്ദുവിൽ ചെല്ലുമ്പോൾ ഞാൻ എന്തിനെയാണോ അന്വേഷിക്കുന്നത്, ആ ചൈതന്യത്തിൻ്റെ സ്ഫുരണം ഇതാ എന്നിലുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരവസ്ഥാവിശേഷത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ അദ്വൈതത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അവിടെ നമ്മൾ അത്ര മോശക്കാരനൊന്നുമല്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. എനിക്ക് അപാരമായിട്ടുള്ള ശക്തിയുണ്ടെന്ന് തോന്നുകയാണ്. അപ്പോൾ സാഹിത്യമെന്ന് പറയുന്നത്, ഞാനിതിലേക്ക് സാഹിത്യത്തിലേക്ക് വരാം. ഒരു സാഹിത്യകൃതി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു നോവലിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ചെറുകഥാകൃത്തിന് ഒരു കഥ എഴുതണമെന്ന് തോന്നുന്നത് എപ്പോഴാണ്? അയാൾ ജീവിതത്തിൽ ഏതോ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടു, ഒരു സംഭവം കേട്ടു, ഒരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കി, ഒരാളിൻ്റെ ദുഃഖത്തെപ്പറ്റി അയാൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് കൂടുതൽ അറിയണമെന്ന് തോന്നി, ആ ആളിനോടൊപ്പം നിലകൊള്ളണമെന്ന് തോന്നി, അയാളുടെ ദുഃഖത്തെ ആവിഷ്കരിക്കണമെന്ന് തോന്നി, ആ സങ്കടത്തെപ്പറ്റി മറ്റുള്ളവരോട് പറയണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ കഥയ്ക്ക് അപാരമായിട്ടുള്ളൊരു പരിചരണം കൊടുത്തുകൊണ്ടൊരു കഥ എഴുതുകയാണ്. ആ കഥ വായിക്കുമ്പോൾ എൻ്റെ ബന്ധുവല്ല, എൻ്റെ അളിയനല്ല, എൻ്റെ ആരുമല്ല കേട്ടോ, ഏതോ ഒരു മനുഷ്യൻ്റെ ജീവിത കഥയിലൂടെ നമ്മളെ കൊണ്ടുപോയി അയാളുടെ ദുഃഖങ്ങളെ, അയാളുടെ സങ്കടങ്ങളെ, അയാളുടെ ഉന്മാദ ഹർഷങ്ങളെ ഒക്കെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. എന്താണ് ഒരു എഴുത്തുകാരൻ അതിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനമായ ചോദ്യം. എന്തുകൊണ്ടൊരു സാധാരണ മനുഷ്യനത് സാധിക്കുന്നില്ല, ഒരു എഴുത്തുകാരനത് സാധിക്കുന്നു? ആ എഴുത്തുകാരനെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ മനുഷ്യത്വമുണ്ട് അയാളിൽ, ഒരു വലിയ മനുഷ്യത്വം. എല്ലാവർക്കും ഉണ്ട് ആ മനുഷ്യത്വം. ഒരു അമ്മയെ താലോലിക്കുന്ന, കുട്ടിയെ താലോലിക്കുന്ന അമ്മയിൽ മനുഷ്യത്വമുണ്ട്, ഇല്ലേ? പക്ഷേ എല്ലാവരിലും എഴുത്തുകാരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ പുറത്ത് വരുന്നില്ല. മറ്റുള്ളവൻ്റെ ദുഃഖത്തെപ്പറ്റി അറിയാൻ, ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ എഴുത്തുകാരനുണ്ട്, അല്ലെങ്കിൽ കലാകാരനുണ്ട്. അപ്പോൾ എന്താണ് ഒരു കലാകാരനെ വ്യത്യസ്തനാക്കുന്നത് എന്ന് ആത്മീയമായ രീതിയിൽ ചോദിച്ചാൽ ഭഗവത്ഗീത കൃത്യമായി പറയുന്നുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഇല്ലേ? ശ്രദ്ധാവാനേ ജ്ഞാനം കിട്ടുകയുള്ളൂ. ഇവിടെ ജ്ഞാനമാണ്, ജ്ഞാനം എന്നുള്ളത്, അല്ലെങ്കിൽ ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ജീവിതത്തെ പറ്റിയുള്ള ആ പരഹൃദയ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അവന് ജീവിതത്തെപ്പറ്റി ശ്രദ്ധ വേണം. ജീവിതത്തെപ്പറ്റി ശ്രദ്ധ വേണമെങ്കിലോ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള എഴുത്തുകാരന്
ഈ സമസ്ത ജീവജാലങ്ങളോടും തന്മയീഭവിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അയാൾക്ക് ജീവിതത്തോടുള്ള ശ്രദ്ധയുണ്ടാകുന്നത് എപ്പോൾ? ആശാൻ പറഞ്ഞല്ലോ, ഒന്നല്ലി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈഹ രചിച്ചതു നമ്മയെല്ലാം എന്ന ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു പ്രതലത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ദുഃഖം അനുഭവിക്കുന്ന ഈ മനുഷ്യനും, ഒന്നും അറിയാതെ നെകളിച്ച് നടക്കുന്ന ഈ മനുഷ്യനും, ആപത്തിലേക്ക് സ്വന്തം മനുഷ്യരെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഇയാളും, ഈ സകലർക്കും ദുഷ്ട മാത്രം പ്രവർത്തിക്കുന്ന ഇവനും എല്ലാം ഒരു ചൈതന്യത്തിൻ്റെ പൊരുൾ തന്നെയാണല്ലോ എന്ന്, പക്ഷെ അവനത് അറിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് എനിക്ക് ആ മനുഷ്യരെ പറ്റി മനസ്സിലാക്കുകയാണ്. ആ ഒരു ശ്രദ്ധ, ജീവിതത്തെക്കുറിച്ചുള്ള ശ്രദ്ധ, മനുഷ്യ ജീവിതത്തെയും മനുഷ്യവികാരങ്ങളെയും പറ്റിയുള്ള ശ്രദ്ധയാണ് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ കൈമുതൽ. ആ ശ്രദ്ധ നമ്മളിൽ കൂടിയിരിക്കുന്നത് എങ്ങനെ? ആ ശ്രദ്ധയാണ് ആ ദൈവ ചൈതന്യം. യാ ദേവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഒരുപാട് പറയുന്നുണ്ട്. ഈ ദയ, കരുണ, ശാന്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദേവിയിൽ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ദേവി അങ്ങനെ ഞാൻ നമസ്കരിക്കുന്നതാണ്. ശാന്തിരൂപിണിയായിരിക്കുന്ന ദേവി, ദയാരൂപിണിയായിരിക്കുന്ന ദേവി. എവിടെയാണ് ഈ ദേവി ഇരിക്കുന്നത്? എൻ്റെ ഉള്ളിൽ. ഞാൻ എപ്പോഴാണോ ദയാരൂപനായിരിക്കുന്നത്, അപ്പോൾ അമ്മ എന്നിൽ സംപ്രീതനായി എന്നർത്ഥം. ആ ദയയാണ് എന്നെക്കൊണ്ട് ജീവിതത്തെ ശ്രദ്ധയോടുകൂടി കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അഥവാ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരു എഴുത്തുകാരനാവുന്നത്, സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാവുന്നത്, ആ എഴുത്തുകാരൻ ജീവിതത്തെ ശ്രദ്ധയോടുകൂടി അനുതാപത്തോടുകൂടി കാണുമ്പോഴാണ്. ആ അനുതാപവും ദയയും അവനിൽ കുടിയിരുത്തുന്നതാകട്ടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സർഗാത്മകമായി സൃഷ്ടിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അതെന്ത് പറയാനാണ്, കലയുടെ അപാരത എന്നൊക്കെ പറയാവുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ. ഒരു ചിത്രകാരനാകട്ടെ ഒരു 3x3 ബോർഡിൽ 3 അടി നീളം 3 അടി വീതിയുള്ള ക്യാൻവാസിൽ അനേകം ദിവസങ്ങൾ എടുക്കുകയാണ് ഒരു സൺസെറ്റിൻ്റെ പടം വരയ്ക്കാൻ, ഇല്ലേ? അത് നോക്കി ശരിയായില്ല, നോക്കി ഇവിടത്തെ ഇപ്പോൾ നോക്കിയാൽ അറിയാം, എവിടെ നിന്നറിയാതെ 1000 വർണ്ണങ്ങൾ വന്ന് മിശ്രണം സ്വയം മിശ്രമായി ഒരു സൺസെറ്റായി. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ കളറുകൾ പിന്നെയും മാറി. ഇങ്ങനെ പ്രകൃതി അതിൻ്റെ അപാരമായിട്ടുള്ള ലീല തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതിനെ അനുകരിക്കുകയും കൂടിയാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാകാരന്മാർ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവത്തിൻ്റെ അപാരതയെപ്പറ്റി ഓർക്കാതെ, ആ അപാരതയുടെ മുന്നിൽ വിനീതനായി നിൽക്കാതെ ഒരെഴുത്തുകാരനും ജീവിതത്തെ ശ്രദ്ധയോടുകൂടി കാണാൻ സാധ്യമല്ല. അങ്ങനെ നിന്നാൽ മാത്രം പോരാ, മനസ്സിൽ ദയയോടുകൂടി, അനുതാപത്തോടുകൂടി, കരുണയോടുകൂടി, ശ്രദ്ധയോടുകൂടി ജീവിതത്തെ പരിചരിക്കുമ്പോൾ ഈ ദൈവ ചൈതന്യം നിന്നെക്കൊണ്ട് നിനക്കറിയാത്ത വിധാനങ്ങളിലേക്ക് ഉയർത്തി ഇന്നലെ വരെ എനിക്ക് അറിഞ്ഞുകൂടാതിരുന്ന ഒരു വാക്യം എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ 24 വരി കവിത എഴുതി കഴിയുമ്പോൾ ഈ കവിത ഇന്നലെ വരെ എന്നിലുണ്ടായിരുന്നില്ല, ഈ ലോകത്തെ ഉണ്ടായിരുന്നില്ല. ഏതോ അജ്ഞാതമായ തീരത്ത് നിന്ന്, ഏതോ അജ്ഞാതമായ ഇടങ്ങളിൽ നിന്ന്, ഏതോ മാധ്യമത്തിലൂടെ എന്നിലൂടെ ആ വരികൾ അങ്ങനെ വാർന്ന് വീഴുമ്പോൾ എനിക്കുണ്ടാകുന്ന അത്ഭുതമാണ്. ആനന്ദത്തെക്കാൾ ഉപരി അത്ഭുതമാണ്. ഇന്നലെ നീ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന തരത്തിലുള്ളൊരു നിഗൂഢത ഏതൊരു സാഹിത്യകൃതിയെയും ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. ആ നിഗൂഢതയാണ് അമ്മ. ആ നിഗൂഢതയെ ഉപാസിക്കണം. എങ്ങനെ? വലിയ ചടങ്ങുകളിലൂടെയൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ധ്യാന നീലിമയിൽ ആ അമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നവരാത്രി ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നവരാത്രിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ദിവസവും വിദ്യാരംഭ ദിവസമാണ്. കാരണം നമ്മൾ പുതിയതെന്തോ പഠിക്കുകയാണല്ലോ എല്ലാ ദിവസവും. അതുകൊണ്ട് സരസ്വതി നമസ്തുഭ്യം എന്ന് പറഞ്ഞ് ദിവസം ആരംഭിക്കുകയും ദിവസം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഒരു കലാകാരൻ്റെ നിയോഗം. കാരണം ജീവിതത്തിൻ്റെ അറിഞ്ഞുകൂടാത്ത നിഗൂഢതകളിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. എനിക്ക് ഇതുവരെ എഴുതാൻ സാധിക്കാത്ത അത്രയും വലിയ കാര്യങ്ങൾ എഴുതാൻ എന്നെ സഹായിക്കണമേ. അത് വായിച്ചിട്ട് ഒരു മനുഷ്യജീവനെങ്കിലും കുളിരണിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യ കഥാനുഗായികളായി കലാകാരന്മാർ മാറുന്നത്. അതുകൊണ്ട് ഈ നവരാത്രിയുടെ ഈ സന്ദർഭത്തിൽ പരമചൈതന്യമായിട്ടുള്ള ആദിമചൈതന്യമായിട്ടുള്ള ആദിമധ്യാന്തങ്ങളില്ലാത്ത, ആദിമചൈതന്യം എന്ന് പറയുന്നത് പോലും ഒരു മിസ്നോമറാണ്. കാരണം ആദിയും മധ്യവും അന്തവുമില്ലാത്ത, അനശ്വരവും അപാരവുമായിട്ടുള്ള
നിർവചിക്കുവാൻ സാധ്യമല്ലാത്ത, നിർദ്ധാരണം ചെയ്യാൻ സാധ്യമല്ലാത്ത, മനുഷ്യ മസ്തിഷ്കത്തിന് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത അപാരമായൊരു ചൈതന്യത്തിൻ്റെ ഒരു കിരണം എൻ്റെ ഈ ദുർബലമായ ഹൃദയത്തിൽ വന്ന് പതിഞ്ഞ് എന്നെ അപാരതയുടെ സഖിയോ സഖാനോ ആക്കി മാറ്റണമേ എന്ന പ്രാർത്ഥനയുണ്ടാകുമ്പോൾ സാധാരണ ഒരു മനുഷ്യരിൽ ജീവിതാനുതാപമുണ്ടാവുകയും അവനിൽ നിന്ന് സാഹിത്യമുണ്ടാവുകയും ചെയ്യും. ലോകത്ത് വ്യാസനായാലും വാൽമീകി ആയാലും കാളിദാസനായാലും ഹോമറായാലും ഷേക്സ്പിയർ ആയാലും ടാഗോർ ആയാലും ഒക്കെ തന്നെ ഈ അപാരതയുടെ മുമ്പിൽ വിനീതരായി നിൽക്കുന്ന ആ ഹൃദയത്തിലാണ് ഉത്കൃഷ്ടമായിട്ടുള്ള മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഈടുവയ്പ്പുകളായിട്ടുള്ള കൃതികളെല്ലാം ഉണ്ടായത് ആ വിനയത്തിൽ നിന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ മറ്റൊരു ചുരുക്കം എന്ന് പറഞ്ഞാൽ, എവിടെ ഒരു കലാകാരൻ അഹങ്കാരം നിങ്ങൾ കാണുന്നുവോ അവൻ്റെ പതനം അവിടം മുതൽ ആരംഭിച്ചു എന്ന് വിചാരിക്കണം. ചിലപ്പോൾ അഹങ്കാരം നമ്മളോട് മാത്രമായിരിക്കും കേട്ടോ. ഭഗവാന്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ സമസ്താപരാധവും പൊറുക്കണമേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ അനുഗ്രഹം എല്ലാം കിട്ടിയിരിക്കുന്നത് എന്നും കൂടി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ സാഹിത്യം എന്നത് തികച്ചും ഭൗതികമായിട്ടുള്ളൊരു പ്രവർത്തനമല്ല. നേരെ മറിച്ച് ഭൗതികേതരമായിട്ടുള്ള, പൂർണ്ണമായി നമുക്ക് നിർവചിക്കുവാൻ സാധിക്കാത്ത ഈ അപാരതയുടെ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്ന സർഗ ചൈതന്യമാണത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനിയും ഒരുപാട് പറയാൻ സാധിക്കുന്ന ഈ വിഷയത്തെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഈ സാഹിത്യ സമ്മേളനം നിങ്ങളുടെ സമ്മതത്തോടുകൂടി, നിങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി ആ പരമചൈതന്യ വാഹിനിയായ അമ്മയുടെ, മഹാസരസ്വതിയുടെ, മഹാദുർഗയുടെ, മഹാലക്ഷ്മിയുടെ എന്നെല്ലാം നമ്മൾ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു പേരിനും വിളിക്കാൻ സാധിക്കാത്ത ആ അനിർവചനീയമായ സൗന്ദര്യ സത്യസൗന്ദര്യത്തിൻ്റെ, ആ ശിവ സൗന്ദര്യത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.